ജീവനക്കാരുടെ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതിയായ മെഡിസെപ് കാലോചിതമായി പരിഷ്കരിച്ച സർക്കാർ നടപടിയെ അഭിനന്ദിച്ച് അധ്യാപകരും ജീവനക്കാരും കായംകുളത്ത് പ്രകടനം നടത്തി. പ്രകടനം കായംകുളം മിനി സിവിൽ സ്റ്റേഷനിൽ സമാപിച്ചു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതിയായ മെഡിസെപ് കാലോചിതമായി പരിഷ്കരിച്ച സർക്കാർ നടപടിയെ അഭിനന്ദിച്ചുകൊണ്ട് അധ്യാപകരും ജീവനക്കാരും കായംകുളം നഗരത്തിൽ പ്രകടനം നടത്തി. ഇന്ന് ജീവനക്കാരും അധ്യാപകരും സംസ്ഥാനത്തൊട്ടാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തി വരികയാണ്. നമ്മുടെ മുദ്രാവാക്യത്തിലും നമ്മുടെ യൂണിയൻ ഏരിയ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഷുറൻസ് പരിരക്ഷയാണ് മെഡിസെപ് എന്ന് പറയുന്നത്. ആ മെഡിസെപ് പദ്ധതി പുതുക്കി, അതായത് 2026 ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ പരിഷ്കരിച്ച മെഡിസെപ് പദ്ധതി ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും അവരുടെ ആശ്രിതർക്കും അനുവദിച്ചുകൊണ്ട് സർക്കാർ തീരുമാനമെടുത്തിരിക്കുകയാണ്. നിലവിൽ നമ്മൾ പ്രതിമാസം 500 രൂപ പ്രകാരം ആണ് ഒരു വർഷം 6000 രൂപയാണ് പ്രീമിയം അടച്ചിരുന്നെങ്കിൽ ആ പ്രീമിയം തുക 687 രൂപയായി വർദ്ധിപ്പിച്ച് പ്രതിവർഷം 8244 രൂപയാണ് നാം ഫെബ്രുവരി മാസം 1-ാം തീയതി പ്രീമിയം തുകയായി മെഡിസെപ്പിലേക്ക് അടയ്ക്കുവാനായിട്ട് പോകുന്നത്. ബാലാരിഷ്ടതകളെല്ലാം പരിഹരിച്ച് പുതിയ പരിഷ്കരിച്ച രീതിയിലുള്ളൊരു പദ്ധതി നമ്മളുടെ ഗവൺമെൻറ് ജീവനക്കാർക്കും അധ്യാപകർക്കുമായി സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി ഈ നേരത്തെ ഉണ്ടായിരുന്ന ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പരാതികളുടെയും ഒരു പെട്ടെന്നുള്ള ഒരു പൂർത്തീകരണം, അതായത് ആ പരാതികളൊന്നും ഇനി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല. വളരെ പരിഷ്കരിച്ച രീതിയിൽ ജീവനക്കാരോട് ഓരോ മേഖലയിലുള്ള വിഭാഗത്തിലുള്ള ആൾക്കാരോട് ചർച്ച ചെയ്തിട്ടാണ് ഗവൺമെന്റ് ഇത്തരം ഒരു നടപടിയിലേക്ക് വന്നത്. 687 എന്ന് പറയുമ്പോൾ കേവലം 187 രൂപ മാത്രമേ വർധനയുണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇൻഷുറൻസ് കവറേജ് കൂടുതലാണ്. അതോടൊപ്പം തന്നെ ധാരാളം ഹോസ്പിറ്റലുകളെ ഇതിലേക്ക് അക്രഡിറ്റ് ചെയ്തിട്ടുണ്ട്. സാർ സൂചിപ്പിച്ച പോലെ അവയവമാറ്റം ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ പെട്ടെന്നൊരു ആക്സിഡന്റ് ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു പക്ഷാഘാതം വന്നാൽ അടുത്തുള്ള ഏറ്റവും നല്ല ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി മെച്ചപ്പെട്ട ചികിത്സ നൽകുന്നതിന് അതിന് വേണ്ട ചികിത്സാ ചെലവ് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റിലൂടെ നൽകും എന്നുള്ളത് ഉൾപ്പെടെയുള്ള ധാരാളം ജീവനക്കാർക്കും അധ്യാപകർക്കും പ്രയോജനപ്രദമായ നിർദ്ദേശങ്ങളാണ് പുതിയ മെഡിസെപ്പിൽ വന്നിട്ടുള്ളത്. പ്രകടനം കായംകുളം മിനി സിവിൽ സ്റ്റേഷനിൽ സമാപിച്ചു. NGO യൂണിയൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അനീസ് പുതിയ മെഡിസെപ് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. ഏരിയ സെക്രട്ടറി അജിത് എസ് ചന്ദ്രൻ, KSTA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം D കിരൺ, ഉപജില്ലാ സെക്രട്ടറി ജെ ഗായത്രി, KGOA ഏരിയ ട്രഷറർ വിശ്വജിത്ത് എന്നിവർ നേതൃത്വം നൽകി. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കുമായി ഏർപ്പെടുത്തിയിട്ടുള്ള മെഡിസെപ് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ 2-ാം ഘട്ടം ഫെബ്രുവരി 1 മുതൽ നടപ്പിൽ വരുമെന്നാണ് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത്. CDNet ന്യൂസ് കായംകുളം.